ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ അറിയുന്ന പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ തോറ്റിരിക്കുന്നു 2-0. വളരെ ഗംഭീരമായൊരു സ്കോറിന് തന്നെയാണ് നമ്മൾ തോറ്റിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ 6 ഗോളൊന്നും വാങ്ങിയില്ലെങ്കിൽ കൂടി വളരെ ദുരന്തമായി പോയി കളി എന്ന് പറയാം. നമ്മൾ പൊട്ടി. ഫസ്റ്റ് നമ്മൾക്കെതിരെ ഗോളടിച്ച് ജാമി മക്ലാരനാണ്. ജാമി മക്ലാരന് ശേഷം പിന്നീട് ലാസ്റ്റ് മിനിറ്റിൽ ടോം ആൽഡ്രഡും കൂടി ഗോളടിച്ചതോടുകൂടി വളരെ ഗംഭീരമായി നമ്മൾ തോൽക്കുകയായിരുന്നു ശരണം. പിന്നെ നമ്മൾ വളരെ ദുരന്തം കളിയായെന്ന് പറയാതെ വയ്യ. പിന്നെ നമുക്ക് കുറച്ച് പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെവിൻ യോക്ക്, നമ്മുടെ അണ്ണൻ ഈ ബ്ലാക്ക്, നമ്മുടെ ഈ മൊട്ട, ഈ പുള്ളിക്കാരൻ അടിപൊളി കളിയാണ് കളിച്ചത് ഇന്നലെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇന്നലെ കളി കണ്ട ഒരാളാണ്. ഇന്നലെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണ്, അതായത് ഞാനൊരു സ്ഥലം വരെ എൻ്റെ കസിൻസിൻ്റെ കൂടെ പോകുമ്പോഴാണ് ഈ കളി കാണുന്നത്. കെവിൻ യോക്ക് നന്നായി കളിച്ചു, പിന്നെ ഒമർ നന്നായി കളിച്ചു. ഇവരൊക്കെയാണ് നന്നായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചവരെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ മൊത്തം നെഗറ്റീവാണ്. നമ്മളിപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദിനെ തുടക്കം എന്ന് വെച്ചാൽ വൻ ഷോക്കായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ കസിൻസിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് കളി കണ്ടുകൊണ്ടിരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ വളരെ നിരാശ ജനിപ്പിച്ചൊരു മത്സരമായിരുന്നു ഇന്നലെ നടന്നതെന്നുള്ളതാണ്. വാലൻറ്റൈൻസ് ഡേ പോലെ തന്നെ ആയിപ്പോയി. നമ്മൾ ജാമി മക്ലാരനെ അടിച്ചങ്ങ് കയറ്റിക്കഴിഞ്ഞു എന്ന് പറയാം. അതിന് പിന്നെ നമ്മൾ പിന്നെ നന്നായി കളിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പൊരുതിയിട്ടൊന്നും അല്ല തോറ്റത്. നമ്മൾ വളരെ ദുരന്തം കളി എന്നൊക്കെ പറഞ്ഞാൽ അട്ടംപടലായിപ്പോയ കളിയാണ്. 2 പ്ലേയേഴ്സിൻ്റെയും 3 പ്ലേയേഴ്സിൻ്റെയൊക്കെ കളി ഒഴിച്ച് നമ്മൾ ബാക്കിയുള്ള പ്ലേയേഴ്സൊന്നും തമ്മിലൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ക്ലിക്കായില്ല എന്നത്തെ മത്സരം എന്ന് പറയേണ്ടി വരുന്നു. പിന്നെ ഡേവിഡ് കറ്റാലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വളരെ മോശം പെർഫോമൻസാണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നല്ലപോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് സത്യം. ഇതോടുകൂടി ഈ സീസൺ കഥമായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് കഥമായി എന്ന് പറയുന്നതായിരിക്കും സത്യം. വളരെ ഒരു മോശം കളിയായിരുന്നു എന്ന് വെച്ചാൽ യെസ്, സഹീഫിൻ്റെ കളി എനിക്ക് കുറച്ചൊരു മോശമായി തോന്നി. പിന്നെ നമ്മൾ ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യുന്നില്ല, ടീമിനെ മൊത്തം തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ബെർട്ടോമു, നമ്മുടെ സ്ട്രൈക്കർ, അദ്ദേഹത്തിൻ്റെ ഒരു കളിയും വളരെ മോശമായി പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കൃത്യമായി സപ്പോർട്ട് കിട്ടിയില്ല. എന്നാലും കളി മൊത്തം ഡിഫെൻസീവ്ലി ആയിരുന്നു. നമുക്ക് കളി കണ്ടാൽ മനസ്സിലാവും. നമ്മൾ വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ പന്ത് ടച്ച് ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. ചില സമയങ്ങളിൽ നമ്മൾ കളിയിൽ പോലും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അവർ മൊത്തത്തിൽ നമ്മളെ ഡോമിനേറ്റ് ചെയ്തിട്ടാണ് പൊട്ടിച്ചത്. സോ അധികം നിരാശപ്പെടേണ്ടില്ല. നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസാണ്. സ്കോർ കുറയ്ക്കാൻ പറ്റിയത് ഭാഗ്യം. പിന്നെ ഇത്താത്ത ഐഎസിൽ റിലാഗേഷനൊക്കെ ഉണ്ട്. നമുക്ക് പണി കിട്ടുമോയെന്നൊക്കെ ദൈവത്തിനറിയാം. എന്തായാലും അടുത്ത മത്സരം മുംബൈ സിറ്റിക്കെതിരെ കൊച്ചിയിൽ ഫെബ്രുവരി 22-നാണ്. സോ എല്ലാവരും കാണുമോ എന്ന് എനിക്കറിയില്ല. അടുത്ത മത്സരം എന്താവുമെന്നും അറിയില്ല. ഇതിൽ ഏറെക്കുറെ തീരുമാനമായി. ഈ സീസൺ ഏറെക്കുറെ തന്നെ തീരുമാനമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മോഹൻ ബഗാൻ തന്നെ ഇത്തവണത്തെ ചാമ്പ്യൻ ആവുമെന്നാണ്. പിന്നെ ഫുട്ബോളാണ് എന്ത് വേണി ഉണ്ടാവാം, അത് മാത്രമാണ് പ്രതീക്ഷ. സോ നമ്മൾ വളരെ ദുരന്തം കളിയായിരുന്നു കാര്യത്തിൽ സംശയം വേണ്ട. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇമ്പ്രൂവ് ചെയ്യാണ്ട്. ഞാൻ അത് എവിടേക്കൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. സോ ബൈ.